വന്നൊരു ടോപ്പിക് ആയിരുന്നു. ലൈക്ക് ഇപ്പൊ അക്കൗണ്ടിന്റെ കേസ് പറഞ്ഞു, ഫാർമയുടെ കേസ് പറഞ്ഞു, UK നഴ്സിംഗിന്റെ കേസ് ഒക്കെ പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തൊക്കെ കോഴ്സുകൾ, ലൈക്ക് ഇപ്പോൾ കലിനറി ഉണ്ട്, ഫാഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കോഴ്സുകളായിരിക്കും ഇവർക്ക് ഇത്രയും കൂടി ഓപ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? ഓക്കെ, പല കുട്ടികളും ചോദിച്ചു വരുന്ന ഒരു കോഴ്സാണ് കൾണറി ആർട്സ്. നമ്മുടെ നാട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് പോലത്തെ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ബിസിനസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്. അവിടെ BHMS എന്നൊരു കോളേജ് ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഇന്റേൺഷിപ്സ് കൂടി കൊടുക്കുന്നുണ്ട് അവരുടെ. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്, നമുക്ക് പഠിച്ചു വരാനുള്ള ഫീസ് കാര്യം കുറച്ച് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് കോസ്റ്റ് ആണ്. പക്ഷെ അഷ്യൂർഡ് ആയിട്ട് അവർ പ്ലേസ്മെന്റ് നമുക്ക് അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവിടെ കിട്ടുന്നുണ്ട്. സ്പെൻഡ് ചെയ്താലും അതെ, അത് ആ കോളേജിൽ തന്നെ അവർ തന്നെ എല്ലാ അക്കോമഡേഷൻ, ഫുഡ്, എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പഠിത്തം കഴിയുമ്പോൾ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നല്ല നല്ല പേര് കേട്ട ഹോട്ടൽസിൽ, റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ റേറ്റഡ് ഹോട്ടൽസിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് UK പോലത്തെ കൺട്രീസിൽ, UK യിലുണ്ട് ഓപ്പർച്യൂണിറ്റീസ്, കാനഡയിലുണ്ട് കൾണറി ഓപ്പർച്യൂണിറ്റീസ്. ഇനി ചെറിയ രാജ്യങ്ങളാണ് നോക്കണമെങ്കിൽ ലാറ്റ്വിയ, ലിത്വാനിയ പോലത്തെ കൺട്രീസിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്കതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവണം ആ സബ്ജക്റ്റിനോട്. അതാണ് വേണ്ടത്. അല്ല വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരിക്കലും ആ സബ്ജക്റ്റിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയുന്നത്. അതെ, നമുക്കൊരു ഫുഡ് അതാണല്ലോ, ഒരു ഷെഫ് മേഖലയിലേക്ക്, അങ്ങനത്തെ ഒരു കിച്ചൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഹൗസ് കീപ്പിങ്ങിലൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനോട് ബേസിക്കലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ കൂടുതലും കുട്ടികളിലേക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ലൈക്ക് ഇപ്പൊ കറന്റ്ലി കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് +2 കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കുക, ജർമ്മനിയിൽ പോകാന്നുള്ളത്. സോ അങ്ങനെ സിറ്റുവേഷനിൽ പോകുമ്പോൾ കുറെ പിള്ളേരും പകുതി വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്. കാരണം അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇത്ര ഐ തിങ്ക് ഒരു A1 കിട്ടോ, B1 B2 പേപ്പർ, അത്രയും പേപ്പറുകളുണ്ട്. സോ ഇതൊന്നും കവർ ചെയ്യാൻ പറ്റാണ്ട് പിള്ളേർ കുറെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് പകുതി വെച്ച് ബ്രേക്ക് ചെയ്ത് പോകണവരുണ്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടൈം അവിടെ പോകാന്നുള്ളത്. സോ ഇതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തൊക്കെ കോഴ്സുകളൊക്കെ ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡാണ്, +2 കഴിയുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ ജർമ്മൻ പഠിക്കണം, അല്ലെങ്കിൽ A1 A2 ഡിഗ്രിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ പോകുന്നത് +2 കഴിയുമ്പോൾ പഠിക്കാനാണ്. റീസൺ എന്ന് പറയുന്നത് ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്, കേട്ടിട്ടുണ്ടാവുമായിരിക്കും. യെസ്, അതെന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. നമ്മൾ ജർമ്മനിയിൽ ചെന്ന് ജർമ്മൻ ഭാഷയോട് കൂടി നമ്മൾ ഒരു നഴ്സിംഗ് പ്രോഗ്രാം പഠിക്കുന്നതാണ് അവിടെ, വിത്ത് പെയ്ഡ് ഇന്റേൺഷിപ്പ്. നമുക്ക് ചെറിയ എമൗണ്ട് അല്ല, നല്ലൊരു €700 മുതൽ €1200 വരെ കിട്ടുന്ന സ്പോൺസേഴ്സ് നമുക്കുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ജർമ്മൻ ഭാഷ ഒരേപോലെ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് A1 A2 B1 B2 എന്ന് പറഞ്ഞിട്ടുള്ള ലെവൽസ് ആണ്. അതെ, B1 B2. യെസ്. അപ്പോൾ ഇതിൽ ഈ B1 വരെയൊക്കെ പഠിച്ചു പോകുന്നത് B2ലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് സ്ട്രഗിൾസ് കൂടുതലാണ്. അത് പാസ്സാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മാത്രമല്ല ഡേറ്റ്സ് കിട്ടാനൊക്കെ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇത്രയും കാലം ഒരു A1 A2 B1 വരെ പാസ്സായിട്ട് പിന്നെ B2 മാത്രം കിട്ടാതിരിക്കുന്ന, പിന്നെ ആ ഒരു മെന്റൽ സ്ട്രെസ്സും ഭയങ്കര എക്സ്ട്രീമാണ്. അതായത് നമുക്കൊരു മാർക്കിനെ ബേസ് ചെയ്ത് ഒരു സബ്ജക്ട് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ മോണിക്കയ്ക്ക് ഫോർ എക്സാമ്പിൾ ഒരു 90% ഒക്കെ 12th മാർക്ക് എന്നിരിക്കുക. അങ്ങനെ ഒരാൾ ഷുവർ ഷോട്ടായിട്ട് ഒരു ഭാഷ പഠിക്കും എന്ന് പറയുന്നതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളായിരിക്കും നല്ലോണം പെർഫോം ചെയ്യുക. എക്സാക്ട്ലി. അതെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നതല്ല, ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതായത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കി നമ്മൾ അതിനു വേണ്ടി പോകരുത്. ഡെഫിനറ്റ്ലി നല്ലൊരു കോഴ്സാണ്. അത് പഠിച്ചാൽ ജർമ്മനിയിൽ നമുക്ക് ഡിപ്ലോമ പഠിച്ച് കഴിയുമ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇക്വാലന്റ് ടു BSc നേഴ്സ്. അത് മനസ്സിലാക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ സപ്പോസ് B2 പാസ്സാവാതെ നിൽക്കുന്ന കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. 2 വർഷത്തിനുള്ളിലാണ് അവർ ഇപ്പോൾ +2 കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിലാണ് അവരുടെ ഈ നഴ്സിംഗ് പഠനം അല്ലെങ്കിൽ വേണ്ടിയുള്ള ട്രയൽ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിരിക്കുക. അവർക്ക് വേണമെങ്കിൽ UK നഴ്സിംഗ് എടുക്കാം. UK ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. കാരണം പൊതുവേ UK അല്ലെങ്കിൽ മറ്റ് വലിയ കൺട്രീസ്, ഇപ്പോൾ ന്യൂസിലാൻഡ് ആയാലും ഓസ്ട്രേലിയ ആയാലും ഒരു 2 ഇയറിൽ കൂടുതൽ അക്കാഡമിക് ഗ്യാപ്പ് +2 കഴിഞ്ഞ് എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു 1 ഇയർ കഴിഞ്ഞ് നമുക്കിത് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും സമയം കളയരുത്, നമ്മൾ ഡ്രോപ്പ് ചെയ്ത് സ്വിച്ച് ചെയ്യുക, അടുത്ത പ്ലാനിലേക്ക് നോക്കാം. ഇനിയും സപ്പോസ് 2 വർഷത്തിന് മുകളിലായി എന്നിരിക്കുക, പക്ഷെ അവർക്ക് നഴ്സിംഗ് തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമാണ്. നമുക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ജോർജിയ. യെസ്, ജോർജിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് 4 വർഷമാണ് നഴ്സിംഗ് പഠിക്കുന്നത്. നമ്മൾ UK ന്യൂസിലാൻഡ് ഓസ്ട്രേലിയക്ക് നോക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് നഴ്സിംഗ് പഠിച്ചെടുക്കാം. അത് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. പക്ഷേ കൂടുതൽ നമ്മൾ BSc നഴ്സിംഗിനെ കുറിച്ച് ഞാൻ പറയുന്നത്. BSc നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് 3 വർഷമാണ് UK ന്യൂസിലാൻഡ് ഓസ്ട്രേലിയക്ക് വരുന്നെങ്കിൽ
നമ്മുടെ ഈ പറഞ്ഞ ജോർജിയയിൽ നമുക്ക് 4 വർഷമാണ് കോഴ്സ് വരുന്നത്. ജോർജിയയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നഴ്സിങ്ങിനൊപ്പം തന്നെ അവർ ജർമ്മൻ ലാംഗ്വേജിന് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ജർമ്മൻ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്ന് വീണ്ടും ജർമ്മൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഫ്റ്റർ ദ കോഴ്സ് ദേ വിൽ ബി ഗെറ്റിംഗ് എ പ്ലേസ്മെന്റ് ഇൻ ജർമ്മനി. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൂടി ജോർജിയയിലുണ്ട്. പിന്നെ ലിത്വാനിയ പോലത്തെ കൺട്രീസിലും ഗ്യാപ്പ് വലിയ പ്രശ്നം വരുന്നില്ല ഈ 12th കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സമയം കളയാം. നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. നമ്മൾ വെറുതെ എല്ലാവരും പോകുന്ന ട്രെൻഡിന് പുറകെ പോയിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സീക്ക് ചെയ്യുക, അത് എടുക്കുക. ഇപ്പോൾ UK പോലത്തെ കൺട്രി ആണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻടേക്സ് ഉണ്ട്. നമുക്കറിയാം സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്, ജാൻ ഇൻടേക്ക് ഉണ്ട്, ഏപ്രിൽ മെയ് ഇൻടേക്ക് മിഡ് ഇൻടേക്ക് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഇൻടേക്സിലൊക്കെ ഈ പറഞ്ഞ നഴ്സിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഈവൻ ഫുള്ളി സ്കോളർഷിപ്പ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അതിലും ട്രൈ ചെയ്യാം. അല്ലാത്തവർക്ക് പാർഷ്യൽ സ്കോളർഷിപ്പ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പാരൻസും കുട്ടികളും വളരെ ക്രൂഷ്യലായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. ജർമ്മൻ ട്രെൻഡിന് പറഞ്ഞ് പോകണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇനി ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഡെഫിനറ്റ്ലി അവർ ജർമ്മൻ തന്നെ പഠിക്കുക. കാരണം ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പ്രത്യേകിച്ച് 26 വയസ്സ് വരെ നമുക്ക് പഠിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാം. അവർ കുഴപ്പമില്ല, സ്പോൺസേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും നമ്മളെ. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും ചിലർ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഭാഷ പഠിച്ച് അതിന് പോകാൻ നോക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നേഴ്സിംഗ് മാത്രമല്ല കേട്ടോ, ഈ നേഴ്സിങ്ങിന് പുറമെ ഒത്തിരി കോഴ്സുകളും കുട്ടികൾക്ക് നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഇപ്പം 12th നമ്മൾ പഠിച്ചത് കൊമേഴ്സ് ആണെന്ന് ഇരിക്കുക, നമുക്കൊരു ബിസിനസ് പരമായ കോഴ്സുകൾ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ കുഴപ്പമില്ല. നമുക്ക് ഡിഗ്രി തന്നെ പഠിക്കാം. ഞാൻ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡിഗ്രി ഉണ്ടായാൽ ഫ്യൂച്ചറിലേക്ക് വേർത്താണ്. ഡിപ്ലോമ പഠിച്ചത് തെറ്റല്ല, പക്ഷെ എവിടെ പോയാലും ഒരു ഡിഗ്രിക്ക് +2 കഴിഞ്ഞിട്ട് ഹൈ പെയ്ഡ് സാലറിയിൽ നിങ്ങളിപ്പോൾ പ്ലേസ്ഡ് ആയെങ്കിൽ കൂടെ ഡിഗ്രിയുടെ തീർച്ചയായിട്ടും അത് വേർത്താണ്. അപ്പോൾ ഡിഗ്രി എപ്പോഴും കയ്യിലിരിക്കുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബിസിനസ്പരമായ കോഴ്സുകളൊക്കെ ഫിനാൻസ്, അക്കൗണ്ടിങ് പോലത്തെ കോഴ്സുകൾ കാണുന്ന സംഭവമാണ്. നമ്മളിപ്പോൾ മെയിൽ ഉണ്ടാക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. +2 കഴിഞ്ഞ ജോലി കിട്ടിയാൽ പോലെ ഡിഗ്രിക്ക് എന്താ അവിടെ വെറുത്തില്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷേ ടു ബി ഓണസ്റ്റ്, നമ്മുടെ കയ്യിലൊരു ഡിഗ്രി ഏത് കാലത്തും നമുക്ക് വിലയുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി പഠിക്കാനായിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ടില്ല, സമയം എന്ന് പറയുന്നത് വേസ്റ്റായിട്ട് കണക്കാക്കരുത് ഒരിക്കലും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേഴ്സിംഗ് പോലത്തെ പ്രോഗ്രാംസ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജോർജിയ പോലത്തെ കൺട്രിയിൽ, UK കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുകാരെല്ലാം കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടായാലും അല്ലെങ്കിൽ ബയോളജി ബാക്ക്ഗ്രൗണ്ടുകാർക്കും എടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് BSc നേഴ്സിംഗ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോകാം. അല്ലെങ്കിൽ അവരുടെ സ്ട്രീം ബന്ധപ്പെട്ടിട്ടുള്ള ഹയർ ഓപ്ഷൻസിലേക്ക് പോകാം. ഇപ്പോൾ കൾണറി പോലത്തെ ഓപ്ഷൻസ് എടുക്കാൻ പറ്റും. ട്രാവൽ ആൻഡ് ടൂറിസം പോലത്തെ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. കാരണം ഇനിയൊരു ബൂമിംഗ് സെക്ടറാണ് ടൂറിസം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും പറയുന്നത് ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ടൂറിസത്തിലാണെന്ന് പറയുന്നത്. കാരണം കുറേ പേര് പുറത്തു പോകും. നമുക്കൊരു ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ അങ്ങനത്തെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, അവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൂറിസം ബന്ധപ്പെട്ട മേഖലകൾ, അപ്പോൾ നല്ലൊരു ഡിഗ്രി കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ തുടങ്ങി അവർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ, അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ്. പിന്നെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ. എല്ലാം ChatGPT ഇല്ലാതെ ഒരാളൊന്നുമില്ല. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്കൊരു അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കും. പക്ഷേ ഇപ്പോൾ ChatGPT പോലെ ഒരുപാട് AI ടൂൾസ് വരുന്നു. അപ്പോൾ AI ഉപയോഗിക്കാം. സൈബർ സെക്യൂരിറ്റി നല്ലൊരു ഡെവലപ്പ്. പിന്നെ ഫോറൻസിക് സയൻസ് നമ്മുടെ നാട്ടിൽ ഇനിയും അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എടുക്കാവുന്ന. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ജനറിക് ആയിട്ട് നഴ്സിംഗ് മാത്രമല്ല ലോകത്തുള്ള കോഴ്സ് എന്ന് പറയുന്നത്. നഴ്സിംഗ് നല്ല കോഴ്സാണ് ഡെഫിനറ്റ്ലി. പക്ഷേ അതെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നഴ്സിംഗിനാണ് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ അതിൽ ഹൈ പെയ്ഡ് ജോബ്സ് ആണ് ഈ പറഞ്ഞ AI, സൈബർ സെക്യൂരിറ്റി പോലത്തെ കോഴ്സുകളൊക്കെ. ഇനി ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് പഠിക്കണല്ലോ എന്നുള്ള സംഭവം. ഇതിപ്പോ BSc നഴ്സിംഗിന് പോയാൽ അതെ, ഈ കോഡിംഗ് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തായാലും പഠിക്കണം. തീർച്ചയായിട്ടും പഠിക്കാണ്ട് ഒരു നിർത്തി. പക്ഷെ നമ്മുടെ നാട്ടിനേക്കാളും പുറത്തുള്ള എഡ്യൂക്കേഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. തിയറി, നമ്മുടെ നാട്ടിൽ തിയറിയാണ് ഏറ്റവും കൂടുതൽ. നമ്മളൊക്കെ ഒരുപാട് തിയറി പഠിച്ചവരാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അതിന്റെ ഒരു എക്സ്പോഷർ ഒന്നും അറിയില്ല, എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അതെ, എങ്ങനെയാ അറിയില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു എല്ലാ നാട്ടിലും വിദേശത്തുള്ള എല്ലാ നാടുകളിലെയും സിലബസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആണ്. അല്ലെങ്കിൽ ആ കരിക്കുലം അങ്ങനെ സെറ്റ് ചെയ്തേക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ കരിക്കുലം, നമ്മുടെ ഇൻഡസ്ട്രി എന്താണ് ട്രെൻഡ് അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കും.
നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പോരായ്മ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതും പഠിക്കും. പക്ഷേ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അത് പഠിക്കാനാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ജർമ്മൻ പഠിച്ച് സമയം പോകുന്നു തോന്നുന്നവർ ഡെഫിനറ്റ്ലി അത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെസ്പാവേണ്ട ആവശ്യമില്ല. പല കുട്ടികളുടെ മുമ്പിൽ എന്ന് പറയുന്നത് സാറേ എൻ്റെ 2 വർഷം പോയി, ഞാൻ 1.5 വർഷം കളഞ്ഞു, എനിക്കത് പറ്റില്ല എന്ന്, ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ പോയി നാട്ടിൽ എന്തെങ്കിലും നിൽക്കണം. ഞാൻ പറയാം എന്തിനാ വിഷമിക്കണേ? അതെ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കരിയർ, നിങ്ങൾ 17, 19 വയസ്സ് 20 വയസ്സായിട്ടുള്ളൂ, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കരിയർ തീർന്നു വിചാരിക്കണേ? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പുറത്തുണ്ട്, പ്രൊവൈഡഡ് നിങ്ങളുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടാകുന്ന കാര്യങ്ങൾ എടുക്കാവുന്ന കൺട്രീസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്തി പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറെ പേരൊരു മെയിൻ സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഒന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പോഴേക്കും ഭയങ്കര ഫെഡപ്പായി സെഡായി, ലൈക്ക് നെക്സ്റ്റ് എന്താന്നുള്ളത് ആലോചിക്കുന്നില്ല. ലൈക്ക് ഞാൻ ലൈക്ക് അത്ര ഒരു ഏജ് കാറ്റഗറിയിൽ ഞാനും പെടുന്നത്. എല്ലാവരും ആ ഒരു കാറ്റഗറിയിലുള്ളതല്ല, ഞാൻ പൊക്കി പറയല്ല. എന്നിരുന്നാൽ കൂടെ കൈൻഡ് ഓഫ് എൻ്റെ സർക്കിളിലുള്ള കുറച്ച് പേരായാലും നമുക്ക് വോട്ട് നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. കാരണം ഒരു പക്ഷെ നമ്മൾ വളർന്ന സിറ്റുവേഷൻ ആയേക്കാം, നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യുന്നതായിരിക്കും. മറ്റെന്ന് പറയാൻ ഫുൾ സ്പൂൺ ഫീഡിങ് ആയിട്ട് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ശരിക്കും ഫുള്ളി ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ് എല്ലാ കാര്യം സ്പൂൺ ഫീഡ് ചെയ്തിട്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും ഡിപ്രഷൻ അതൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഒരിക്കലും ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ ഒരു കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന, ഞാനും അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ P2 ലെവൽ വരെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് സമയം പറ്റുന്നില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന രീതിക്ക്. പിന്നെ മാത്രം ഡേറ്റ്സ് കിട്ടാനായിട്ട് ഗോയെന്ന് എക്സാം ഡേറ്റ് കിട്ടാൻ ഒത്തിരി പ്രയാസമാണ്. അപ്പോൾ ടൈം കുറേ പോകുന്ന കുട്ടികളുടെ. അപ്പോൾ അങ്ങനെയൊക്കെ അവസരം ഒരു ഭാഷ എഴുതി ചിലപ്പോൾ ഒരു മൊഡ്യൂൾ 2 മൊഡ്യൂൾ കിട്ടാത്ത കുട്ടികളുണ്ടാവും, കുറേ പ്രാവശ്യം എഴുതുന്ന കുട്ടികളുണ്ടാവും. അതിന് പൈസ ചിലവുണ്ട്. ഇതെല്ലാം പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിക്കുക, പ്ലാൻഡ് ആയിട്ടിരിക്കുക, ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് സീക്ക് ചെയ്യുക. അല്ല, ജർമ്മൻകാർ എക്സാമിന് വരുന്ന രീതിയല്ല. നമുക്കതിൽ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ IELTS പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു 4 മൊഡ്യൂൾസ് അതിൽ വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, നമ്മൾ ജർമ്മനിലാണല്ലോ, ജർമ്മൻ സംസാരിക്കാനാണ് വരുന്നത്. നഴ്സിംഗ് പഠിക്കുന്ന എല്ലാ കുട്ടികളും മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ജോലി എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിലാണോ അതൊരു PR കിട്ടണം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ്. കുറേ പേര് ഞാൻ കേട്ടിട്ടുണ്ട് PR കിട്ടി. അവിടെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ജോലി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല, PR വേണം എന്നുള്ള സംഭവിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് അറ്റം വരെ പോകാൻ ആ ഒരു കാര്യം വരെ ചെയ്യുന്ന ആൾക്കാരാണ്. സോ എന്തായിരിക്കും കൂടുതൽ ഈ പിള്ളേർക്ക് ഇത്രയും കൂടി കിട്ടുന്നുണ്ടായിരിക്കും? ലൈക്ക് PR ആണോ അതോ ഓപ്പർച്യൂണിറ്റീസ് എവിടെയായിരിക്കും? ജോബിലാണോ അതോ PR-ലാണോ? PR എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻസിയാണ്. ഒരു രാജ്യത്ത് നമ്മൾ പെർമനന്റ് ആയിട്ട് റെസിഡന്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് PR എന്ന് പറയുന്നത്. അത് ഓരോ കൺട്രിക്കും ഇമിഗ്രേഷൻ റൂൾസ് വ്യത്യാസമാണ്. ചില കൺട്രികളിൽ 2 വർഷം കൊണ്ട് PR-ലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ട്, ചിലടത്ത് 5 വർഷം എടുക്കാം, ചിലർക്ക് അതിന് മുകളിൽ എടുക്കാം. സോ അപ്പോൾ നമ്മൾ കുട്ടികളിൽ കൂടുതലും നഴ്സിംഗ് എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഹൈ പെയ്ഡ് ജോബാണ്. എവിടെ പോയാലും ജോലി ഉണ്ടാകും, നല്ലൊരു കരിയറാണ്, റെസ്പെക്റ്റ് ഉള്ളൊരു കരിയറാണ്. പിന്നെ കുറച്ച് സർവീസ് കൂടിയാണ്, സർവീസ് സെക്ടർ കൂടിയാണ്. നമുക്ക് ഒത്തിരി ആളുകളെ, ഒത്തിരി രോഗികളെ, അതെ തീർച്ചയായിട്ടും ഭൂമിയിലെ മാലാകന്മാർ തന്നെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജോബ് ആയതുകൊണ്ട് തന്നെ അതിന് ഇഷ്ടപ്പെട്ട് പോകുന്ന കുട്ടികളുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയ ആണ് എല്ലാ നേഴ്സുമാരും അൾട്ടിമേറ്റ്ലി ഡ്രീം ചെയ്തെത്താൻ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. കാരണം പൊതുവേ നമ്മുടെ നാട് പോലെ തന്നെയാണ്, പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള കൺട്രിയാണ്, നല്ല പേ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അവരെ ആകർഷിക്കുന്ന ഫാക്ടറാണ്. പക്ഷേ എല്ലാവർക്കും എത്ര എളുപ്പമല്ല, ഈസി അല്ല, പക്ഷേ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ കുറേ ഹേർഡിൽസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണ്, നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലേക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടതെന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പുറത്ത് പോയി പഠിച്ച് നഴ്സിംഗ് പഠിച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷർ എടുത്ത് ഒരു കൺട്രിയിൽ വർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് UK, ന്യൂസിലാൻഡ് ഒക്കെ പോലത്തെ കൺട്രികൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ യൂറോപ്യൻ കൺട്രീസാണ്. അപ്പോൾ അവർക്ക് എക്സ്പോഷർ കൂടുതലായിരിക്കും. അതെ, എല്ലാവർക്കും ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റും. ഇപ്പോൾ സ്റ്റഡി വിസയിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഓസ്ട്രേലിയ പോയി പഠിക്കണമെന്ന് പറഞ്ഞാലും അവിടുത്തെ ഇമിഗ്രേഷൻ റൂൾ പ്രകാരം കുറച്ച് ഹേർഡിൽസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITR-ൻ്റെ കാര്യം, ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ഒരു ഇൻകം കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആ സ്വപ്നം അവിടെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അഫോർഡ് ചെയ്യുന്ന കൺട്രിയിൽ പോയി പഠിച്ച് എന്നിട്ട് നമുക്ക് വേണ്ടി ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മൈഗ്രേഷൻ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെയാണുള്ളത് നഴ്സുമാർക്ക്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാമെന്ന്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് PR ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യണം. കാരണം എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവുമെന്ന് പറഞ്ഞ് PR കിട്ടുമ്പോഴാണ് ആ രാജ്യത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നു. അതിൻ്റേതായ ഗുണങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ PR ഉള്ളവർക്ക് മാത്രം, ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടൊരാൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ PR ഉള്ളവർക്ക് മാത്രമല്ല അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന മക്കൾക്ക്, എല്ലാവർക്കും ആ കൺട്രി ഫ്രീ എഡ്യൂക്കേഷൻ. പക്ഷേ PR-ൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഒരു 55 വയസ്സിന് ശേഷം കിട്ടുന്ന ആനുകൂല്യം
ആനുകൂല്യങ്ങൾ, മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതിലേക്ക് ആണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി PR ഫോക്കസ് ചെയ്യണം. ഒപ്പം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, നല്ലൊരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. And I'm circling back to that ITR. Actually, ഇൻകം ടാക്സ് റിട്ടേൺ. യെസ്, ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലൈക്ക് ഒരു ഹബ്ബാണ് അയർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ അയർലൻഡിൽ ഇൻകം ടാക്സ് റിട്ടേൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്റ്റുഡന്റ് വിസ റിജക്റ്റ് ആവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ ശരിക്കും അതിന്റെ ബിഹൈൻഡിലുള്ള? അതായത് ഞാൻ പറഞ്ഞല്ലോ, അയർലൻഡ് പോലത്തെ കൺട്രീസിൽ, അയർലൻഡ് മാത്രമല്ല ഈവൻ ഓസ്ട്രേലിയ പോലത്തെ കൺട്രീസിലായാലും അവർ മെയിൻലി നോക്കുന്ന കാര്യം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഫണ്ട് എങ്ങനെ നമ്മൾ സോഴ്സ് ചെയ്തേക്കും. ഇപ്പോൾ ചില കുട്ടികൾ ലോൺ എടുത്ത് പോകുന്ന കുട്ടികളുണ്ട്. ലോൺ എടുത്ത് പോകുന്ന കുട്ടികൾക്ക് നമുക്കറിയാം ഒരു ആവറേജ് ഫീസ് ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നിരിക്കുക, 1 year മാസ്റ്റേഴ്സിന് ഇരിക്കുക അയർലൻഡിൽ, നമുക്ക് ഒരു ആവറേജ് ഒരു 14-15 ലക്ഷം രൂപ ഫീസ് വരുന്നുണ്ട്. നമുക്ക് ലിവിങ് എക്സ്പെൻസ് അപ്രോക്സിമേറ്റ്ലി 12 ലക്ഷം രൂപ വരുന്നതായിരിക്കും. അതിന് മൊത്തം ഒരു 26 ലക്ഷം രൂപ നമുക്ക് 27 ലക്ഷം രൂപ നമുക്ക് ചിലവുണ്ട് പഠിക്കാനായിട്ട് വിചാരിക്കാം. അപ്പോൾ ഈ പൈസ നമ്മൾ ലോണിൽ അപേക്ഷിച്ച് നമുക്ക് ലോൺ കിട്ടി, ഒരു 25 lakhs ലോൺ സാങ്ഷനായി. റഫ് ഫിഗർ ആട്ടോ, എക്സാക്ട് ഫിഗർ ഒന്നല്ല, കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീപേയ്മെന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് EMI വരും. നമ്മൾ എടുക്കുന്ന ടെന്യൂർ അനുസരിച്ച് ചിലത് 7 years എടുക്കും, 14 years എടുക്കും. അതെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ മീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവരുടെ പാരൻസിനുണ്ടോ എന്ന് കാണിക്കാൻ പറ്റുന്ന ഏക രേഖ അല്ലെങ്കിൽ ഏക ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ITR ആണ്. അത് പാരൻസിന് ഇൻകം ഉണ്ടോ, എന്ത് ടൈപ്പ് ഓഫ് ഇൻകമാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു വിസ ഓഫീസർ നോക്കുമ്പോൾ ഈ കുട്ടിയുടെ പാരൻറ്റിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്, അവരുടെ കാര്യങ്ങൾ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, പ്ലസ് ഈ കുട്ടിയുടെ ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള കേപ്പബിലിറ്റി കൂടി ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് വിസ കൊടുക്കുന്നത്. അഷ്യൂരിറ്റിയാണ്. കാരണം അവർക്ക് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ ITR നോക്കുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ITR എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇനി ITR ഇല്ല എന്ന് ഓർത്ത് അയർലൻഡിൽ വിസ റിജക്റ്റ് ആവുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ചില കുട്ടികൾക്ക് സ്പോൺസർ നിൽക്കുന്ന കേസുണ്ട്. അതായത് പാരൻസും വേറെ 2 സ്പോൺസേഴ്സും ഈ കുട്ടികൾക്ക് നിൽക്കാം. 3 പേരെ നമുക്ക് സ്പോൺസേഴ്സ് നിർത്താൻ സാധിക്കും അയർലൻഡിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ചില സ്പോൺസേഴ്സൊക്കെ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പെൻഷനേഴ്സൊക്കെ ഉണ്ട്, അവർക്ക് ITR ഉണ്ടാവാറില്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് അവരുടെ മറ്റ് പ്രൂഫുകൾ, ഇൻകം പ്രൂഫ്, അവരുടെ പെൻഷൻ വരുന്ന രേഖകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എവിടെയാണ് കൂടുതൽ ഇതിന് ആവശ്യം എന്ന് വെച്ചാൽ, നമ്മൾ വിസയ്ക്ക് വെച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അത് പൊതുവെ ഏജൻസികൾ പറഞ്ഞു കൊടുക്കാറില്ല കാര്യമായിട്ട്. ആ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെക്ക് ആൻഡ് യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെക്ക് ആൻഡ് വെരിഫൈ എന്ന് പറയും. അതായത് ഈ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ 3 സ്പോൺസർ വരെ അവർക്ക് ആകാം. അപ്പോൾ ഈ 3 സ്പോൺസറിനോ അല്ലെങ്കിൽ ഈ കുട്ടിക്കോ ഈ കുട്ടിയുടെ ബാങ്കിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. അവരുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹാർഡ് കോപ്പി ആയിട്ട് കൊടുത്തിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ജെനുവിനാണോ ചെക്ക് ചെയ്യാനുള്ള ഒരു മെയിലാണത്. അപ്പോൾ ആ മെയിലിൽ കയറി നമ്മുടെ ബാങ്കിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ്, നമ്മുടെ നെറ്റ് ബാങ്കിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാം. വേറെ അത് ഫ്രോഡോ അല്ലെങ്കിൽ സ്കാമോ എന്നല്ല, അത് RBIയുടെ അനുവാദത്തോടു കൂടി ഐറിഷ് ഗവൺമെൻറ്, ഐറിഷ് എംബസി ചെയ്യുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അത് കയറി ചെയ്യാം. പക്ഷേ ചില ബാങ്കുകളുടെ സെക്യൂരിറ്റി സിസ്റ്റം അനുവദിക്കില്ല, ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ അത് ഫെയിലായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ സ്റ്റെപ്പ് കഴിയാതെ അവർക്ക് അടുത്ത വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് VFSന് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർ കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ITR വെരിഫിക്കേഷൻ പറയും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കുട്ടിയുടെ സ്പോൺസർക്ക് നമ്മുടെ ചെക്ക് ആൻഡ് വെരിഫൈ ബാങ്കിൻ്റെ തരത്തിലുള്ള ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെരിഫിക്കേഷനാണ് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ചെക്ക് ആൻഡ് വെരിഫൈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അവർക്കൊരു മെയിൽ വരും, ലിങ്ക്, അതായത് ITRന് നമ്മൾ കൊടുത്ത ഹാർഡ് കോപ്പി ജെന്യൂൻ ആണോ ടെസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു മെയിലാണ്. നമ്മളതിൽ ITRൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിസ ഓഫീസർക്ക് അല്ലെങ്കിൽ VFSന് കാണാൻ സാധിക്കും എന്താണ് ഇവർ കൊടുത്തേക്കുന്ന ITR എക്സാക്ട്ലി സെയിം ആണോ, അത് ഫോർജിംഗ് ഒന്നും ഇല്ല, ഡോക്യുമെന്റ് ഫോർജിംഗ് ഒന്നും ഇല്ല എന്ന് ഉറപ്പെടുത്താനാണത് ആണെന്ന് നോക്കി ചെക്ക് ചെയ്ത്. അപ്പോൾ ഇങ്ങനൊരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ITR ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ITR ഇല്ലാതെ പോകാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും അയർലൻഡിൽ പോണ കേസിൽ പറയില്ല. ITR ഉണ്ടെങ്കിലും പോകാൻ, ഇല്ലാതെയും പോയ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓവർ വരിക. പക്ഷേ ഏതെങ്കിലും ഒരു സ്പോൺസർക്ക് ITR നിർബന്ധം ഉണ്ടാവണം, നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്. കാരണം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഐദർ ബാങ്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ITR വെരിഫിക്കേഷൻ പോസിബിൾ ആയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ITR കൊള്ളുന്നത്. പക്ഷേ ഓസ്ട്രേലിയ പോലത്തെ കൺട്രീസിൽ ഡെഫിനറ്റ്ലി ITR സബ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ വേണ്ടിയാണ്. കാരണം നമുക്ക് എത്രത്തോളം ഫണ്ട് ഉണ്ട്, അതിനൊരു ത്രഷോൾഡ് എമൗണ്ട് പറയുന്നുണ്ട്. ഒരു 10 ലക്ഷം 12 ലക്ഷം ഒക്കെ എന്നൊക്കെ പറയുന്ന എമൗണ്ടുകൾ പറയാറുണ്ട് കുട്ടികളുടെ അടുത്ത്. അപ്പോൾ അത്രയും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് ഓസ്ട്രേലിയയിൽ പോകാൻ സാധിക്കില്ല. മുൻപൊക്കെ പോകായിരുന്നു കേട്ടോ. മുൻപൊക്കെ നമ്മൾ പല കാര്യങ്ങൾ കാണിച്ചൊക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന തഹസിൽദാറിൻ്റെ ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസിൻ്റെ ലെറ്ററൊക്കെ വെച്ച് നമ്മൾ ഇൻകം പ്രൂഫ് കാണിച്ച്, അഗ്രികൾച്ചർ ഇൻകം കാണിച്ച് പോയ കുട്ടികളുണ്ട്, പോകാറുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട് ചില കേസുകളിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയി. കാരണം നമുക്കറിയാലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ കുറയ്ക്കാനാണ് പൊതുവെ എല്ലാ കൺട്രീസും നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റൂൾ ചേഞ്ചസ് ഉണ്ട്.
അപ്പോൾ ITR ഒരു മാൻഡേറ്ററി ഫാക്ടർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അയർലൻഡിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് ഇപ്പോൾ അക്കൗണ്ടിങ്ങിന് സെക്ഷൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ACCA CA എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷൻ ആണല്ലോ. സോ ഇതല്ലാതെ വേറെ രാദർ ദാൻ കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതല്ലാതെ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നൊക്കെ പറയുന്നത്. ഇതല്ലാതെ വേറെ എന്ത് ടൈപ്പ് ഓഫ് കോഴ്സ് ഒക്കെ അയർലൻഡിൽ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഉണ്ട് അയർലൻഡിൽ. പക്ഷെ അതിൽ കൂടുതൽ എല്ലാവരും എടുത്ത് പറയുന്ന കോഴ്സുകളാണ് ഈ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് ബികോം അല്ലേ? ട്രെൻഡ് ബികോം ആണ്. അതെ, ഒരു സമയത്ത് ബിടെക് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ബിടെക് ഗ്രാജുവേറ്റ് MTech കഴിഞ്ഞ ആളാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒരു സ്ഥലത്ത് ട്രെൻഡായിരുന്നു. ഇപ്പോൾ ട്രെൻഡ് അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ മാറി പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ എടുക്കുന്ന ഒരു സംഭവമാണ് ബികോം. കാരണം നമ്മുടെ നാട്ടിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് പോലത്തെ മേഖലകളിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ മോറോവർ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഫിനാൻസ് ഓർ അതിന്റെ ഒരു കൊമേഴ്സിലേക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ബികോം പഠിക്കുന്ന അതെ, ബികോമിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഫിനാൻസിന്റെ കോർപ്പറേഷൻ CA അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ നോക്കുന്ന അതൊരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ബികോം കഴിഞ്ഞ് അല്ലെങ്കിൽ MCOM കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അല്ലെങ്കിൽ BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പല കുട്ടികളും അവർക്കൊക്കെ എടുക്കാവുന്ന ഒരു കോഴ്സാണ് ഞാൻ ഈ പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്, MSc ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതിലെ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് പല കുട്ടികളുടെ ആഗ്രഹമാണ് ഒരു CA ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറണം എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ കുറേ പഠിക്കണം, ഇന്റേൺസ് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്, എക്സാമിനെ ക്ലിയർ അത്ര എളുപ്പമല്ല. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഹെഡിൽസ് ഉണ്ട് അതിനുള്ളിൽ. പക്ഷെ ഡെഫിനറ്റ്ലി അതൊരു വലിയ കാര്യമാണ് CA ആവാന്നുള്ളത്. അപ്പോൾ പല കുട്ടികൾ ആവാൻ ചാൻസുകളുണ്ട്, ആവാതിരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നൊരു ഓപ്ഷൻ. കാരണം ഈ അയർലൻഡിൽ MSc അക്കൗണ്ടിങ് ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിച്ചാൽ ചില യൂണിവേഴ്സിറ്റികൾ ചില കോഴ്സുകൾ ഞാൻ പറയുന്നത് കേട്ടോ, അത് പഠിച്ചാൽ 9 പേപ്പർ വരെ ACCയുടെ 13 പേപ്പറാണ് ACCക്ക് ഉള്ളത്. അതിൽ 9 പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ട്. 4 പേപ്പർ ബാക്കിയുള്ളൂ. അത് തന്നെ ACC എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അത് ഇക്വാലന്റ് ടു CA ആണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് ഈ 4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ അയർലൻഡ് ഓസ്ട്രേലിയ പോലത്തെ കൺട്രീസിലൊക്കെ CAയുടെ ഇക്വാലന്റ് വർക്ക് ചെയ്യാം. അത് പ്രശ്നമില്ല. അപ്പോൾ അതെ, വർക്ക് ചെയ്യാൻ പറ്റും. അതെ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് BCom MCom BBA കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ എടുക്കാവുന്ന ഒരു സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് അക്കൗണ്ടിങ്. ഇനി അക്കൗണ്ടിങ് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എടുക്കാവുന്ന മറ്റ് സബ്ജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. കേട്ടിട്ടുണ്ടോ? ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാം ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തുള്ള കാര്യങ്ങളിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പ്രൊക്യൂർമെന്റ് മാനേജേഴ്സ് ഒക്കെ ഭയങ്കര ആവശ്യമുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ ഇതിലേക്കെല്ലാം എത്തിപ്പെടാൻ സാധിക്കുന്ന കോഴ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകൾ എടുക്കാം കുട്ടികൾക്ക്. ഇനി അതല്ല, നമ്മൾ പണ്ട് മുതലേ നമുക്കൊരു സ്കില്ലുണ്ട്, അഡ്മിനിസ്ട്രേഷൻ സ്കില്ലുണ്ട് എന്നിരിക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾ MBA പോലത്തെ പ്രോഗ്രാം എടുക്കാം. IBM ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനത്തെ കോഴ്സുകൾ. അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫിനാൻസ് ആവാം, അല്ലെങ്കിൽ പറഞ്ഞുള്ള HR ആവാം, മാർക്കറ്റിംഗ് ആവാം. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് പല കോഴ്സുകളിലേക്ക് പോകാം. ഇനി ഇതിന് പുറമേ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകളുണ്ട്. കുറേ പേര് BCA BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് എടുക്കാവുന്ന കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകൾ ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ബിഗ് ഡേറ്റ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതെ, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ചിലർക്ക് പ്രോഗ്രാമിംഗ് ഇഷ്ടമല്ല. അപ്പോൾ പ്രോഗ്രാമിംഗ് ഇഷ്ടമല്ലാത്ത പ്രോഗ്രാമിംഗ് ഇല്ലാത്ത സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇതെല്ലാം പോകണം നിർബന്ധം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ പല കോഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ പോകാം. ഇനി BTech കഴിഞ്ഞ കുട്ടികളാണെന്നിരിക്കുക, BTech ആണെങ്കിൽ അവർക്ക് എന്തോരം സ്ട്രീംസ് എന്ന് പറയും, ഏതിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സുകാരൊക്കെ സംബന്ധിച്ച് അവരുടെ മേഖലയിൽ തന്നെ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, മെക്കാനിക്കലുകാർക്ക്, റിന്യൂവബിൾ എനർജി എന്ന കോഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ട്രെൻഡിങ്ങായി വരുന്ന കോഴ്സ്. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, റിന്യൂവബിൾ എനർജി സോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള മാറ്റങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് പോകാം. കുട്ടികൾക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് പോകാം, കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ഡെഫിനറ്റ്ലി അവർക്ക് പോകാം. പിന്നെ ഞാൻ അയർലൻഡിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഈ ഫാർമർ റിലേറ്റഡ് കുട്ടികളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. ഫാർമേഴ്സ്, നാട്ടിലൊരു ബീ ഫാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു MFARM, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഒരു ഫാംഡ് കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ പോയി ഒരു മാസ്റ്റേഴ്സ് എടുക്കാം. പിന്നെ പലരും ചോദിക്കുന്നത് ഈ ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിലൊരു 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ UK പോലത്തെ കൺട്രീസിൽ ടോപ്പപ്പ് പ്രോഗ്രാം ഉണ്ട്. 1 ഇയർ ടോപ്പപ്പാണ് വരുന്നത്. അത് ഈ കുട്ടികളുടെ ഈ ഡിപ്ലോമനെ ഡിഗ്രി ഇക്വാലൻ്റ് ആയിട്ട് മാറ്റുന്ന പ്രോഗ്രാമാണത്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവർക്ക് ഒരു ഡിഗ്രി കിട്ടുകയാണ് കയ്യിൽ. ഓക്കെ,
പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേ ബാക്കിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ച് കൺസ്ട്രെയിൻസ് അയർലൻഡിലുണ്ട്. അത് 2 year സ്റ്റേ ബാക്ക് കിട്ടില്ല, 1 year സ്റ്റേ ബാക്കാണ് ടോപ്പ് അപ്പ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുട്ടികൾ ടോപ്പ് അപ്പ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കാം. അപ്പോൾ അവർക്ക് വീണ്ടും 2 year സ്റ്റേ ബാക്ക് കിട്ടും. അങ്ങനെ നിന്നുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് അവിടെ ജോബ് സെർച്ച് ചെയ്യാം. സ്റ്റഡി വിസയിൽ നിന്നിട്ട് അല്ല, സെയിം സ്റ്റഡി വിസ നിന്നുകൊണ്ട് നമ്മൾ നമുക്കൊരു 1 year ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് വീണ്ടും നമ്മൾ കോഴ്സ് പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാൻ മൊത്തം നമുക്ക് വീണ്ടും നമുക്ക് മാസ്റ്റേഴ്സിലേക്ക് പോകാം. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിലുണ്ട്. ഇനിയും ഈ ഫാർമസി കഴിഞ്ഞ കുട്ടികൾ അയർലൻഡ് ഹബ്ബാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയർലൻഡിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ക്ലിനിക്കൽ അല്ല കൂടുതൽ വരുന്നത്, ഇൻഡസ്ട്രീസ് ആണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജോൺസൺ, ഫൈസർ, ലില്ലി ഫാർമ, അബോട്ട് അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട് ഫാർമ ബേസ്ഡ്. ആ കമ്പനീസിൽ ഇവർക്ക് പ്ലേസ്ഡ് ആവാം. അത് കൂടുതൽ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആണ്. ഇനിയും ക്ലിനിക്കൽ ഓറിയൻറ്റഡ് പഠിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഫാർമ കഴിഞ്ഞ കുട്ടികൾക്ക് UK ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതുപോലെ ഇൻഡസ്ട്രിയലിലേക്കും പോകാം, അല്ലാണ്ട് ക്ലിനിക്കലിലേക്കും പോകാം. ഓസ്പ പ്രോഗ്രാം. അതെ അതെ, എല്ലാവരും നാട്ടിലൊരു ബീഫാം കഴിഞ്ഞാൽ നേരെ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഒരു മെഡിക്കൽ ഷോപ്പ് തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം. മിഡിൽ ഈസ്റ്റിലൊക്കെ അതെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ കുറച്ചും കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ കൂടുതൽ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബേസിക് ഒരു ഡിഗ്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്ലിനിക്കലിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് പോകാം. അപ്പോൾ ഓസ്പാപ്പ് എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. UK ഒരു 1 year പ്രോഗ്രാമാണ്. നമ്മുടെ ഇവിടുത്തെ രജിസ്ട്രേഷനോട് വെച്ച് തന്നെ അവിടെ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടി അവർക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ മോണിക്ക് അറിയാമെന്നറിയില്ല, ഈ ഫാർമസിസ്റ്റിനൊക്കെ സാലറി എന്ന് പറയുന്നത് നേഴ്സുമാരെക്കാളും കൂടുതൽ സാലറി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നല്ല സാലറി കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അത് നമ്മൾ അതെ അതെ ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഓടിച്ചെന്നൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. യൂറോപ്യൻ രാജ്യങ്ങൾ അത്ര ഈസി അല്ല. അപ്പോൾ അതിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് ഫാർമസി എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ ഏത് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ടൂറിസം സെക്ടറൊക്കെ വളരെ ബൂമിംഗ് ആണ്. യെസ് ഓഫ് കോഴ്സ്, അതിലേക്ക് കയറി വരാൻ കുട്ടികൾക്ക്. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലകളിൽ ബൂമിംഗ് ആണ്. അതിൽ ഒരുപാട് വെറൈറ്റീസ് കൊടുക്കും. പിന്നെ ഫാഷൻ, ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഫാഷൻ ടെക്നോളജി ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പഠിക്കുന്ന ആഗ്രഹം. അപ്പോൾ ആ മേഖലയിലേക്ക് കുട്ടികൾക്ക് പോകാം. പിന്നെ നമുക്ക് ആർക്കിടെക്ചർ പോലെ മേഖലയിലേക്ക് പോകാം. പിന്നെ നമ്മുടെ ഒരു ഗ്ലോബൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്ത് സെക്ടറിലേക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫാർമസി മാത്രമല്ല, പാരാമെഡിക്കൽ കോഴ്സുകളായിട്ട് റേഡിയോളജി പല കോഴ്സുകളുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത കാണാത്ത കേൾക്കാത്തതുമായുള്ള കുറേ കോഴ്സുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ പലപ്പോഴും കുട്ടികൾ വെറീഡ് ആവുന്ന ഒരു കോഴ്സാണ് ഈ ഒപ്റ്റോമെട്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്. യെസ്, കണ്ടിട്ടുണ്ട്. BSc ഒപ്റ്റോമെട്രി. അതുപോലെ അതെ BSc ഒപ്റ്റോമെട്രി പഠിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ലാബ് ടെക്നീഷ്യൻസ്. അത് ടെക്നിക്കൽ കോഴ്സ് അല്ല, ഡിഗ്രി കോഴ്സ് പഠിക്കാൻ, ഡിപ്ലോമ അല്ല പറയുന്നത്, ഒരു ഡിഗ്രി കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ 2 കോഴ്സ് പഠിച്ച കുട്ടികൾ പലപ്പോഴും ഹയർ സ്റ്റഡീസ് നോക്കുമ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവർ കാണുന്നില്ല എന്ന് പറയുന്നത്. അയർലൻഡിൽ അവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് MSc മെഡിക്കൽ ഡിവൈസ് ടെക്നോളജിൻ്റെ കോഴ്സ് ഉണ്ട്. അതായത് അവർക്ക് ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാത്ത ഇഷ്യൂസ് ഉണ്ട് ഓട്ടോമാറ്റിക്. കാരണം നമ്മൾ കൂടുതൽ നോക്കുന്നത് എന്താ, നമുക്ക് എവിടെയാണോ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അവിടേക്ക് ആ കോഴ്സ് പഠിച്ചാൽ അവർക്ക് ബെനിഫിറ്റ് എന്ന് പറയില്ല, നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു, നമ്മുടെ പോക്കറ്റിലേക്ക് എത്ര കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാണ്ട് കുട്ടികളിലേക്ക് ഇത് പഠിച്ചാൽ നാളെ അവന് ഫ്യൂച്ചർ ഉണ്ടെന്ന് ചിന്തിച്ച് കൊടുക്കുകയാണെങ്കിൽ there are lots and lots of opportunities.